ഗയ്സ്, പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനല്ല, ചേട്ടനാണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുത്തേക്കുന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ക്ലിപ്പൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ. അപ്പോൾ പിന്നെ ഞാൻ അതും കൂടി ആഡ് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ ആൾ നേരെ വന്നത് എൻ്റെ വീട്ടിലേക്കായിരുന്നു. വേറെ ഒന്നുമില്ല, എന്നെ കൂട്ടാൻ വേണ്ടി. ഞാനാണെങ്കിൽ നല്ല രീതിക്ക് പുട്ടിയടിച്ച് റെഡിയായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ആൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആൾ പിന്നെ നേരെ എന്നെയും കൂടി പോയിട്ടുണ്ടായിരുന്നു. ആളുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ എല്ലാവരും റെഡിയാകുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരെന്നെയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ കാലൊന്നും ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ആൾ ഇങ്ങനെ മര്യാദക്കൊക്കെ നിന്നത്. പക്ഷെ ഞാൻ വീഡിയോ ഇരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ചേട്ടനവിടെ വർക്ക് ചെയ്യണം. അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ അനിയൻ ഞങ്ങളെ കൂടി വന്നില്ല. അപ്പം അവനവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ്റെ അമ്മായിയും ചേച്ചിമാരും ചേട്ടനും പിള്ളേരൊക്കെ ആയിട്ട് വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. ഒരു വെളുപ്പിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരെ പോകുന്തോറും ഇരുട്ടായിരുന്നു ഞങ്ങൾ പോണ സമയത്തൊക്കെ. പിന്നെ ഞങ്ങൾ ഒരു ഇതങ്ങ് കഴിഞ്ഞപ്പോഴേക്കും നേരെയൊക്കെ വെളുത്ത് തുടങ്ങി. അപ്പോഴേക്കും എല്ലാവർക്കും എന്താ പറയുക, വിശപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ അവർ ചായ കുടിക്കാനായിട്ട് പോവാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ചായ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്ന് അത് കഴിഞ്ഞ് വണ്ടിയിലോട്ട് കയറി വന്നിട്ട് ഈ 2 കുരുപ്പുകളും കൂടിയിട്ട് എന്നെ ഇട്ട് വട്ടാക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ അത് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൊമ്പും കാര്യങ്ങളൊക്കെ വെച്ച് തന്ന് 2 കൂടി എന്നെ ഇങ്ങനെ ഇട്ട് ഇതാക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെറിയൊരു വീഡിയോ എടുത്തപ്പോഴേക്കും ഭയങ്കര ആക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഇതിലായിരിക്കുന്ന കുരുപ്പ് എന്താ പറയുക, വ്ളോഗറാണ് കേട്ടോ. നമ്മുടെ ചെറിയൊരു വ്ളോഗറും കൂടിയാണ് ദേവു. അപ്പോൾ ദേവുവിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഞങ്ങൾ സ്ഥലത്ത് എത്താനൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എത്താനാകും തോറും എല്ലാവർക്കും ഉറക്കമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പയ്യെ ഓരോ ആൾക്കാരായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദേവുവിനല്ല അമ്മൂൻ്റെ ഒരു ഇതായിരുന്നു. അതെടുത്ത് അച്ഛൻ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്. പിന്നെ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചാനലിൽ ഫോൺ കൊടുത്താൽ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇരിക്കണത്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ചേട്ടനും കിടന്ന് ഉറക്കം പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് ഉറങ്ങാണ്ടിരുന്നത് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ കിടന്ന് ഉറങ്ങണേണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം എത്താനായപ്പോഴേക്കും പിന്നെ എല്ലാവരും വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന്. എനിക്കാണെങ്കിൽ ആ സമയത്തൊക്കെ നല്ലോണം ഛർദ്ദിക്കാൻ വന്നുകൊണ്ടിരിക്കണമായിരുന്നു. എന്താണെന്നറിയില്ല. ഈ വണ്ടി നിർത്തൽ ഞാൻ ആദ്യം ഇറങ്ങിയത് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. വണ്ടി നിർത്തിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനെന്നും ചോദിച്ചുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് തന്നെ എല്ലാവരും റെഡിയായി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നു വണ്ടി നിർത്തിയത്. അത് കിട്ടിയതാണെങ്കിൽ ഒരു കിട്ടില്ല സ്ഥലമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവിടെ തന്നെ ബാത്റൂമും കാര്യങ്ങളുണ്ടായിരുന്നു. ഇരുന്ന് കഴിക്കാൻ പറ്റിയ സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ച് നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ പോണിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്നതോറും പിന്നെ എല്ലാവരും എഴുന്നേറ്റ് ഉറക്കമൊക്കെ മാറി എല്ലാവരും നല്ല രീതിക്ക് റെഡിയായി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്താനായതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും റോഡരികിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങൾ എങ്ങോട്ടാണ് പോയെന്നുള്ളത്, എന്തിനാണെന്നുള്ളതും. ഞങ്ങളുടെ കല്യാണ തീയതി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പുടവ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. പുടവ മാത്രമല്ല, അവിടെ നിന്ന് മാക്സിമം സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. റീൽസിലും വീഡിയോസിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന AR ഹാൻഡ്ലൂംസിലോട്ടാണ് ഞങ്ങൾ പോയത്, കുത്താമ്പള്ളിയിലുള്ള. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക, ഞങ്ങൾ ചെന്ന് കയറിയപ്പം അവിടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോഴും സെക്യൂരിറ്റിയുടെ വക സ്വീകരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിയപ്പോഴേക്കും അവിടുത്തെ വെൽക്കം ഗേൾസും അവരും അടിപൊളിയായിരുന്നു. നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നു. അപ്പോൾ നമ്മളവിടെ ഒരു ചേച്ചിനെ അന്വേഷിച്ചാൽ ചെന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കൂടെ ഒരു സ്റ്റാഫ് വേണമായിരുന്നല്ലോ. അപ്പോൾ അത് അവിടെ തന്നെ ഒരു ചേച്ചിനെ വിളിച്ചപ്പോൾ ആ ചേച്ചിക്ക് വേറെ കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടിട്ട് തന്നെ അവർ ഞങ്ങൾക്ക് വേറൊരു ചേച്ചിനെ വേറെ സ്റ്റാഫിനെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ വേഗം പോയിട്ടുണ്ടായിരുന്നത് കല്യാണ സാരി എടുക്കാനായിരുന്നു. അപ്പോൾ കല്യാണ സാരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ കുറേ സാരികൾ കണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഒന്നും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായില്ല. കളറാണ് എനിക്ക് പിടിക്കാഞ്ഞതിൻ്റെ പ്രശ്നം. കാരണം ഞാനിവിടുന്ന് പോയപ്പോഴേക്കും ഒരു കളർ മനസ്സിലിട്ട് ആലോചിച്ച് അതേ പാറ്റേണൊക്കെ വേണമെന്ന് ഉദ്ദേശിച്ചിട്ട് പോയ ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് അധികം നേരം പുടവെടുക്കാൻ നിൽക്കേണ്ടി വന്നില്ല. പിന്നെ ഏകദേശം ഞാൻ അന്വേഷിച്ച ഒരു കളറ് കണ്ടുപിടിച്ചു. ഏകദേശം എന്നേ പറയാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ ഒരു കളറായിരുന്നില്ല.
എന്നിരുന്നാലും അതിൻ്റെ ഉള്ളിലെ വെട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കളറേ നോക്കാനുള്ളൂ. പുറത്തോട്ട് ഇറങ്ങിയിട്ടും എനിക്ക് അതുപോലെ തന്നെയായിരുന്നു ആ കളർ തോന്നിക്കൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ഫൈനലി ആ സാരി തന്നെ എടുക്കാം എന്നുള്ള രീതിക്ക് ഉറപ്പിച്ച് അതൊക്കെ ഒന്ന് എടുത്തൊക്കെ വെച്ച് നോക്കി. അങ്ങനെ ഞാൻ ഈ സാരി തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലെഹങ്ക ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ലെഹങ്ക എനിക്കങ്ങോട്ട് ഒന്നും പിടിക്കുന്നുണ്ടായില്ല കണ്ടിട്ട്. അങ്ങനെ കുറേ ഷെയ്ഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒറ്റ വെച്ച് നോക്കലിൽ എടുത്തൊരു ലെഹങ്കയായിരുന്നു ഈ ഒരു വൈറ്റ് എന്ന് പറയണത്. വൈറ്റ് എടുത്തപ്പോൾ ചെറിയ എനിക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും നല്ലതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ അങ്ങ് ഇഷ്ടമായി. പിന്നെ അതിൻ്റെ ബ്ലൗസും ഷോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത സാരി അവരൊന്ന് ഉടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി അവർ ഉടുപ്പിച്ച് തന്നുകൊണ്ടിരിക്കണേണ്. അപ്പോൾ എന്താ പറയുക, ഉടുപ്പിച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് മുസ്ലിംസിൻ്റെ പെരുന്നാളിൻ്റെ അന്നായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലീവ് ദിവസവുമാണ്. അപ്പോൾ എന്താ പറയുക, നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ നിന്ന് തിരിയാൻ പറ്റില്ല, അമ്മാതിരി തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതിനിടയിലും അവരെല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ചെയ്തൊക്കെ തരുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ സാരി ഉടുക്കണമായിരുന്നു. അപ്പോൾ സാരി ഉടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ നോക്കി ചേട്ടനെ കണ്ടിട്ടുണ്ടായില്ല. പിന്നെ ആൾ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തന്ന് അതിൻ്റെ ഒരു ക്ലിപ്പാണിത്. സാരി ഉടുപ്പിക്കാനായിട്ട് എനിക്ക് എന്തായിരുന്നു നല്ലൊരു ടെൻഷനായിരുന്നു. ഈ കളർ എനിക്കാണ് അങ്ങ് എടുത്തത് വെറുതെ ആയി പോകുമെന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു എനിക്ക്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവർ നല്ല രീതിക്ക് അതിനെ ഉടുപ്പിച്ചുകൊണ്ടിട്ട് തന്നെ എനിക്ക് ആ സാരി പെട്ടെന്ന് തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടുക്കാൻ നേരത്ത് അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് കൊടുത്തിട്ടുണ്ടായത്. സാരി എങ്ങനെയുണ്ട്, പ്ലഫി പ്ലീറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പണ്ടരം വായിലും കിട്ടുന്നില്ല വാക്കുകളൊന്നും. അത് കഴിഞ്ഞ് പിന്നെ കല്യാണ സാരിയാണോ, നല്ലതാണോ, എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ചോദിച്ച് അവസാനം അവർക്കും തലക്ക് സൗകര്യം കൊടുക്കാനുണ്ടായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവരിത് ആ സാരിയൊക്കെ ഉടുപ്പിച്ചെന്ന് അതിൻ്റെ ബ്ലൗസും സെറ്റാക്കി തന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആ ബ്ലൗസിൽ നല്ലൊരു പ്രിൻ്റായിരുന്നു ഞാൻ കല്യാണ സാരിയിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് അവിടെ നിന്ന് കിട്ടിയില്ല. എനിക്കത് അവിടെ നിന്ന് കിട്ടിയായിരുന്നു ആ പറഞ്ഞ സാരി. ഞാൻ ഉദ്ദേശിച്ച മോഡലും പാറ്റേണൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു. പക്ഷെ അതിൽ ചെറിയൊരു പേന മഷീൻ കൊണ്ട് വരഞ്ഞിട്ടുണ്ടായത് കൊണ്ടിട്ട് ഞാൻ ആ സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ കല്യാണ സാരി അങ്ങനെ മന്ത്രകോടിയല്ലേ, അപ്പം അങ്ങനെയുള്ള സാരികളൊന്നും ആരും എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതവിടെ തന്നെ തിരിച്ച് വെച്ച്. അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് മാലയൊക്കെ ഇട്ട് നിന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ണാടി നോക്കിയിട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഫൈനലി എല്ലാവരോടും ചോദിച്ച് എല്ലാവരും ഇഷ്ടപ്രകാരം ഞാൻ ഈ ഒരു സാരി തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ആ സാരി തന്നെ അങ്ങ് ഉറച്ച് നിന്നു. പിന്നെ ഈ ചേച്ചിയായിട്ട് ഞങ്ങൾക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ പേര് ആതിര എന്നാണ്. അങ്ങനെ ചേച്ചി അതിന് കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കണമെന്ന് ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അതനുസരിച്ച് തന്നെ എല്ലാം ചെയ്തു തന്നു. സാധാരണ ഈ ചേച്ചി ഇങ്ങനെയുള്ള ഇതിനൊക്കെ തട്ടൊക്കെ വാങ്ങിക്കാൻ നിൽക്കണം. വേറെ അവിടെ ചെയ്യാൻ വെച്ച ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഈ ചേച്ചിയാണെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ അതൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് കുങ്കുമവും ചന്ദനമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തൊടുമ്പോൾ എൻ്റെ കയ്യിലൊക്കെ നല്ല രീതിക്ക് വറക്കുമായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ട് എന്താടി ഇങ്ങനെ നടന്ന് വറക്കണേന്ന് ചോദിച്ച്. പിന്നെ അതിലൊരു പൂവുണ്ടായതും വാങ്ങിച്ച് അത് ഞാൻ അപ്പോൾ തന്നെ തലയിലോട്ട് വെച്ച്. അപ്പോൾ അവരെ കളിയാക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെ നേരെ പോയത് അവരുടെ തന്നെ ഗോഡൗണിലേക്കാണ് പോകാൻ നിൽക്കുന്നത്. വേറെ ഒന്നുമല്ല, ചേച്ചിമാർക്കുള്ള സാരിയും പിന്നെ എനിക്ക് സെക്കൻഡ് സാരിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ കടയിൽ നോക്കിയപ്പോഴും ഭയങ്കര തിരക്കായത് കണ്ടിട്ട് ഞങ്ങളുടെ സ്റ്റാഫ് പറഞ്ഞാൽ നമുക്ക് ഗോഡൗണിൽ കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഗോഡൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ വണ്ടിയിലായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോഴും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയ കുഴപ്പമില്ല, നമുക്ക് നമ്മുടേതായ രീതിക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴല്ല ഞങ്ങൾ ശരിക്കും കിടുങ്ങി പോയിട്ടുണ്ടായിരുന്നു. കാരണം കുറേ സാരി, കുറേ കളറ്, പല മോഡലെല്ലാം കൂടി കണ്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കിളി മാറിയെന്ന് പറയാമല്ലോ, അതുപോലെയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ഇഷ്ടപ്പെട്ട മോഡലൊക്കെ കാണുമ്പോൾ നമ്മുടെ കിളി പോലെ അതുപോലെ. ഈ ഒരു ബ്രൗൺ കളർ സാരിയായിരുന്നു മൂത്ത് ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നത്, ജിജി ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ മൊത്തത്തിൽ അരിച്ച് പൊറുക്കുമായിരുന്നു എങ്ങനെയുണ്ടെന്നുള്ള കളക്ഷനുകൾ. പക്ഷേ കളക്ഷനുകൾ കണ്ടിട്ട് വിടാൻ തോന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു സെക്ഷനിലിരിക്കുന്ന സാരികൾ എനിക്കാണെങ്കിൽ അങ്ങ് വിടാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല തളർന്ന ടൈപ്പ് നല്ല മോഡൽ സാരികളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനിങ്ങനെ അതിൽ നിന്ന് തന്നെ പല കളറും പിടിച്ച് വെച്ച് നോക്കിക്കൊണ്ടിരിക്കണേയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഫ്ലോറസെൻ്റ് പച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് സെക്കൻഡ് സാരിയായിട്ട് കൊടുക്കാനായിട്ട് ചെറിയൊരു മടി ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ ഇതെടുത്തില്ല. ഇവിടെ ചേച്ചിമാർക്കുള്ള സാരിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ കഴിഞ്ഞതാ നന്ദി ചേച്ചി സാരി എടുത്തതാ. അവസാനം ഞാൻ ഈ ഒരു സാരിയാണ് സെക്കൻഡ് സാരിയായിട്ട് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കല്യാണത്തിന് സെക്കൻഡ് സാരി ഇല്ല, ഞാൻ ആകെ ആ ഒരു സാരി എടുക്കുന്നുള്ളൂ. ഇത് ഞങ്ങളുടെ
രണ്ടാം വരുന്നതിന് വേണ്ടിയിട്ട് എടുത്തൊരു സാരി ആയിരുന്നു അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പിള്ളേർക്ക് രണ്ടുപേർക്കും അവർക്ക് ധാവണി വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ അളവിനുള്ള ധാവണിയും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായില്ല. അത് കഴിഞ്ഞ് വണ്ടിയിലിരുന്ന് അയച്ച ആളാണ് ഞങ്ങളെ കാണാനെന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്ന് ഇരിക്കുന്ന ഇരിപ്പാണ് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടന്മാർക്കുള്ള മുണ്ടും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഷോപ്പിലേക്ക് തന്നെയായിരുന്നു. കാരണം ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. കാരണം നമ്മുടെ മെയിനായിട്ട് വേണ്ട ചെക്കന് വേണ്ടി സാധനങ്ങൾ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് നോക്കാനാണ് ഞങ്ങൾ തിരിച്ച് ഷോപ്പിലേക്ക് വന്നപ്പോഴേക്കും രാജുവേട്ടനെ കണ്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ചേച്ചി. അത് കഴിഞ്ഞ് ആരായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആൾ ഓൾ ദി ബെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളോട് ചെക്കന് ഷർട്ട് എടുക്കാൻ പോയി. ചെക്കന് ഷർട്ടുകളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. ഞങ്ങൾ ഷർട്ട് നോക്കി, കുർത്ത നോക്കി, എല്ലാം ഒന്നില്ലെങ്കിൽ ഓവർ സൈസ് അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ റിസപ്ഷനുള്ള ഷർട്ട് എന്തായി നോക്കിക്കൊണ്ടിരിക്കണത്. ഇതും അങ്ങോട്ട് പുള്ളിക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല, ഷർട്ടിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുള്ളിക്ക് പിടിക്കുന്നില്ല. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ചായ സ്നാക്സൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങൾ ബില്ല് ചെയ്യാനായിട്ട് കൊടുത്തു. ബില്ല് ചെയ്യാനായിട്ട് നല്ല തിരക്കുണ്ടായത് കൊണ്ടിട്ടാണ് ഞങ്ങൾ അത് ബില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് വേറെ സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഇവൻ കൈ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ണി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നും കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ തിരിച്ചതാ നേരെ വീണ്ടും ഷോപ്പിലോട്ട് വന്ന് രാജുവിനെ കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്കും അമ്മായിക്കും അച്ഛനൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് നല്ല ലാഗായിരുന്നു ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോ